ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഡെറ്റ് ഫണ്ട്സ് മനസ്സിലാക്കി അല്ലേ? എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റേഴ്സിന് ഒരു 1 to 3 years കാലയളവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡെറ്റ് ഫണ്ട്സ് ആണ്. പിന്നെ ചില ഡെറ്റ് ഫണ്ട്സിനൊക്കെ ക്യാപിറ്റൽ അപ്രിസിയേഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. എന്താണ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെറ്റ് ഫണ്ടിൽ എന്താ സംഭവിക്കുന്നത്? ബേസിക്കലി അത് നമ്മൾ കടം കൊടുക്കുകയാണ് അല്ലെ? ഡെറ്റ് ഫണ്ടിൽ ഞാനിപ്പോൾ ഒരു 10 രൂപ കടം കൊടുക്കുന്നു, 1 രൂപ എനിക്ക് പലിശയായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നു. അപ്പം എന്റെ റിട്ടേൺസ് എത്രയാണ്? 1 രൂപ. ഞാൻ കൊടുത്ത 10 രൂപ നാളെ 12 രൂപയാവുമെന്ന് വിചാരിക്കും. അതായത് ആ ക്യാപിറ്റൽ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ എനിക്ക് ടോട്ടൽ റിട്ടേൺസ് എത്രയാണ്? 2 + 1 അല്ലെ? 1 രൂപ പലിശ പ്ലസ് ക്യാപിറ്റൽ അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ട 2 രൂപയും കൂടി കിട്ടും. അപ്പോൾ ടോട്ടൽ 3 രൂപ. അപ്പം അത്തരം ക്യാപിറ്റൽ അപ്രിസിയേഷൻ കൂടി ഡെറ്റ് ഫണ്ട്സിൽ ചില കാറ്റഗറി ഓഫ് ഫണ്ട്സിൽ അപ്ലിക്കബിൾ ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ ആ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ? 2 ടൈപ്സ് ഓഫ് ഡെറ്റ് ഉണ്ട്. എന്തൊക്കെയാണത്? ലോങ് ടേം, ഷോർട്ട് ടേം. ഷോർട്ട് ടേം ഓറിയന്റഡ് ഡെറ്റ് ഫണ്ട്സ് ഏതൊക്കെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്? ഓവർനൈറ്റ് ഫണ്ട്സ്, ലിക്വിഡ് ഫണ്ട്സ്, അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്സ്, മണി മാർക്കറ്റ് ഫണ്ട്സ്, പിന്നെ ലോ ഡ്യൂറേഷൻ ഫണ്ട്സ്. അപ്പം ഈ ഫണ്ട്സ് ഒക്കെ ജനറലി ഷോർട്ട് ടേം ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഫണ്ട്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതും കൂടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മീഡിയം ടേം ബാസ്ക്കറ്റ് ഫണ്ട്സ് നോക്കാം. അതായത് ഒരു 1 to 3 years FD-യേക്കാളും കൂടുതൽ റിട്ടേൺസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡെറ്റ് ഫണ്ട്സ്. ഈ കാറ്റഗറിയിൽ ആദ്യം വരുന്ന ഡെറ്റ് ഫണ്ട്സ് ഇതൊക്കെയാണ്. അതായത് ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്, ബാങ്കിങ് ആൻഡ് PSU ഫണ്ട്, ഫ്ലോട്ടർ ഫണ്ട്, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്, ക്രെഡിറ്റ് റിസ്ക് ഫണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ ഫണ്ട്സ്? ഇതൊക്കെ ഏതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇതിലൊക്കെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഇതൊക്കെ നമുക്ക് നോക്കണ്ടേ? അപ്പൊ നമുക്ക് ഓരോ ഫണ്ട്സ് ആയിട്ട് എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്. ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റ് അതുപോലെ തന്നെ ഗവൺമെന്റ് ബോണ്ട്സിലാണ്. മെയിൻലി ഒരു മീഡിയം ലോങ് ടേം ബോണ്ട്സിലാണ് ഇത്തരം ഡെറ്റ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ബാങ്കിങ് ആൻഡ് PSU ഫണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ ബാങ്ക് അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ കമ്പനീസ്, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഫ്ലോട്ടർ ഫണ്ട്സ് ഫ്ലോട്ടിംഗ് റേറ്റ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതിനനുസരിച്ച് ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് മാറും. ഇപ്പം മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. അത്തരം ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സിലാണ് ഈ ഡെറ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി കോർപ്പറേറ്റ് ബോണ്ട്സ്. കോർപ്പറേറ്റ് ബോണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുക നല്ല റേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റ് ബോണ്ട്സിലാണ്. അതായത് മെജോറിറ്റി ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്, ആ പോർട്ട്ഫോളിയോയിലുള്ള മെജോറിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് AA+ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ റേറ്റ് ഉള്ള കോർപ്പറേറ്റ് ബോണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ക്രെഡിറ്റ് റിസ്ക് ഫണ്ട്. ക്രെഡിറ്റ് റിസ്ക് ഫണ്ടും കോർപ്പറേറ്റ് ബോണ്ട്സിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക, ബട്ട് വിത്ത് ലോവർ ക്രെഡിറ്റ് റേറ്റിംഗ്. അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് കുറവുള്ള ബോണ്ട്സിലായിരിക്കും ക്രെഡിറ്റ് റേറ്റ് റിസ്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഡെറ്റ് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയുടെ 65% AA അല്ലെങ്കിൽ അതിനേക്കാളും താഴെ റേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റ് ബോണ്ട്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഓരോ ഫണ്ട്സും എത്തരം സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതിലേക്കുള്ള റിസ്ക് മനസ്സിലാക്കാം. ആദ്യത്തെ റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് ഓഫ് ഡീഫോൾട്ട് ആണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് എന്നും പറയും. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് വെച്ചാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് മെഷർ ചെയ്യുന്നത്. ബോണ്ട്സ് എത്രമാത്രം റിസ്ക് ആണെന്ന് നമുക്ക് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് പറഞ്ഞുതരും. ചില ബോണ്ട്സിനൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? റിസ്ക് കൂടുതലാണ്. ഡെറ്റ് ഫണ്ട്സിലെ ഫണ്ട് മാനേജർ ഈ റിസ്ക് ബാലൻസ് ചെയ്ത് റിട്ടേൺസ് ഉണ്ടാക്കാൻ നോക്കും. ഫോർ എക്സാമ്പിൾ, ഈ ട്രഷറി ബില്ലില്ലേ, ട്രഷറി ബിൽ ഭയങ്കര സേഫ് ആണ്. കാരണം എന്താ? ട്രഷറി ബിൽ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഗവൺമെന്റ് ആണ് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം അതിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ FD ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഒന്നും ഫണ്ട് മാനേജറിന് കിട്ടില്ല. അപ്പൊ കുറച്ച് റിസ്ക് എടുക്കണം റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിലും അങ്ങ് നടത്തിക്കളി. ഇപ്പോൾ റിസ്ക് കുറച്ച് കൂടുതൽ എടുത്തു, റിട്ടേൺസ് കിട്ടും. ഇങ്ങനെ അതായത് റിസ്ക് ബാലൻസ് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് ഉണ്ടാക്കി കൊടുക്കാൻ ഫണ്ട് മാനേജർ ശ്രമിക്കും. ലോങ് ടേം ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ കോർപ്പറേറ്റ് ബോണ്ട്സ് ആണ് ഗവൺമെന്റ് ബോണ്ട്സിനെക്കാളും റിട്ടേൺസ് തരിക. ഗിൽറ്റ് ഫണ്ട്സ് ഒഴികെ ബാക്കി ഭൂരിഭാഗം ഫണ്ട്സും ഈ കോർപ്പറേറ്റ് ബോണ്ട്സിൽ വെയിറ്റേജ് കൂടുതൽ കൊടുക്കും. അപ്പം ഈ ഡെറ്റ് ഫണ്ടിന്റെ കേസിൽ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫണ്ട് മാനേജർ. ക്രെഡിറ്റ് റിസ്ക് ഒക്കെ മനസ്സിലാക്കി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളും ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാ? ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്രെഡിറ്റ് റിസ്ക് ഫണ്ടിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് റിട്ടേൺസ് അവിടെ കാണും. അതായത് ഈ ഫണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് റിട്ടേൺസ് തരുന്നത് കാണുമ്പോൾ അതിലുള്ള റിസ്കും കൂടി മനസ്സിലാക്കണം. ക്രെഡിറ്റ് റിസ്ക് ഫണ്ടിലൊക്കെ ഈ ക്രെഡിറ്റ് റിസ്ക് ഭയങ്കര കൂടുതലാണ്. കാരണം വളരെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞ ഫണ്ട്സിലായിരിക്കും ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നമ്മുടെ റിസ്ക് അനുസരിച്ചിട്ട് സൂക്ഷിച്ച് വേണം ഈ ഡെറ്റ് ഫണ്ട്സ് സെലക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഓരോ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെയും റിസ്ക് ഇപ്പം അറിയാം. അപ്പം ഇത്തരം ഡെറ്റ് ഫണ്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പോർട്ട്ഫോളിയോയിൽ പോയിട്ട് എത്രമാത്രം പെർസെന്റേജ് ആണ് പല ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിലും നീക്കി വെച്ചിട്ടുള്ളത് ഫണ്ട് മാനേജർ എന്ന് നോക്കി മനസ്സിലാക്കി വേണം നമ്മൾ ഡെറ്റ് ഫണ്ട് സെലക്ട് ചെയ്യാൻ. ഇനി അടുത്തൊരു റിസ്ക് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് അല്ലെങ്കിൽ മാർക്കറ്റ് റിസ്ക്.
ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. ഇമാജിൻ എൻ്റെ അടുത്തൊരു ബോണ്ട് ഉണ്ട്. അതിന്റെ ഫേസ് വാല്യൂ 100 രൂപയാണ്, 5% അതിന്റെ കൂപ്പൺ റേറ്റ്, 3 വർഷത്തേക്കാണ് അതിന്റെ ടെനർ ഉള്ളത്. അപ്പൊ ഞാൻ ലാസ്റ്റ് മന്താണ് അത് വാങ്ങിയത്. ഈ ടെർമിനോളജീസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലേ? കൂപ്പൺ റേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? ആ 100 രൂപയാണ് കടം കൊടുക്കുന്നത്, ആ 100 രൂപ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, പലിശയാണ് ഈ കൂപ്പൺ റേറ്റ്. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിലുള്ള ബോണ്ടിന്റെ കൂപ്പൺ റേറ്റ് എത്രയാണ്? 5%. മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് 6%. ഞാൻ ഈ ബോണ്ട് നിങ്ങൾക്ക് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബോണ്ട് വാങ്ങും? നോ, റൈറ്റ്? മാർക്കറ്റിൽ നിങ്ങൾക്ക് ഫ്രഷ് ബോണ്ട്, ഇതേ 100 രൂപ ഫേസ് വാല്യൂലുള്ള ബോണ്ട് 6% ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് എന്റെ ബോണ്ട് വാങ്ങിയാൽ 100 രൂപക്ക് 5% പലിശ കിട്ടുന്നതെങ്കിൽ മാർക്കറ്റിൽ ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് 6%. അപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് മാർക്കറ്റിൽ വാങ്ങുന്ന സമയത്ത് 6% പലിശ കിട്ടും 100 രൂപ. അപ്പൊ നിങ്ങൾ ഏത് വാങ്ങും? എന്റെ അടുത്ത് വാങ്ങോ? ഇല്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാനൊരു ഡിസ്കൗണ്ട് തരാം. ഞാൻ ഈ ബോണ്ട് 97 രൂപക്ക് നിങ്ങൾക്ക് വിൽക്കാം. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ഈ ബോണ്ടിന്റെ വില കുറച്ചു, അല്ലെ? ഫേസ് വാല്യൂവിനെക്കാളും ചെറിയ വിലയിൽ ഞാൻ വിൽക്കുന്നു. ഇതിനെയാണ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ബോണ്ട് എന്ന് പറയുക. അതായത് ഫേസ് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഫേസ് വാല്യൂന് ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് ഫേസ് വാല്യൂവിനെക്കാളും ബോണ്ടിന്റെ പ്രൈസ് കൂടും കുറയും. ആ കൂടും കുറയുന്നതിനാണ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് ക്യാപിറ്റൽ ലോസും ഉണ്ടാവാം, ക്യാപിറ്റൽ ഗെയിനും ഉണ്ടാവാം. അപ്പൊ യൂഷ്വലി എങ്ങനെ സംഭവിക്കുക? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ബോണ്ടിന്റെ പ്രൈസ് കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ബോണ്ടിന്റെ പ്രൈസ് കൂടും. ഈ മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു റിസ്കിനെ മാർക്കറ്റ് റിസ്ക് എന്ന് കൂടി പറയുന്നത്. യൂഷ്വലി ഈ റിസ്ക് ലോങ് ടേം ബോണ്ട്സിലാണ് ഉണ്ടാവുക, ഷോർട്ട് ടേം ബോണ്ട്സിൽ കുറവായിരിക്കും. അപ്പം ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു 1 to 3 years ഒക്കെ നമ്മൾ ഇത്തരം ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഫണ്ട്സിന്റെ പല കോമ്പിനേഷനിലും ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഒരു ഫണ്ട് മാത്രം, ഒരു ഡെറ്റ് ഫണ്ട് മാത്രം സെലക്ട് ചെയ്യാണ്ട് നമ്മൾ ആ ഡെറ്റ് ഫണ്ട്സിന്റെ കോമ്പിനേഷൻ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാലാണ് FDയെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് നമുക്ക് ഈ ഡെറ്റ് ഫണ്ട്സിൽ നിന്ന് കിട്ടാം. ഇപ്പൊ നിങ്ങൾ പിക്ചറിൽ കാണുന്നത് പല AMCയുടെയും കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടിന്റെ ജാനുവരി 22 വരെയുള്ള 2 year റിട്ടേൺ, അതുപോലെ തന്നെ 3 year റിട്ടേൺസ് ആണ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒന്നും ഒരു 5 to 5.5% കൂടുതൽ റിട്ടേൺസ് ഒന്നും ഈ ഒരു കാലയളവിൽ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഇവിടുന്ന് ക്ലിയർ ആണ് എന്താണ്, ഈ ഫണ്ട്സിനൊക്കെ FD റിട്ടേൺസിനെക്കാളും കൂടുതൽ തരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെ? ഇവിടുത്തെ മിക്ക ബോണ്ട്സിന്റെ റിട്ടേൺസ് 7%, അതുപോലെ തന്നെ 8% കൂടുതലാണ്. ഇനി നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കൂടുതൽ ഉണ്ടാക്കുന്ന ഡെറ്റ് ഫണ്ട്സ് അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് മീഡിയം ഡ്യൂറേഷൻ ഫണ്ട്സ്, മീഡിയം ടു ലോങ് ഡ്യൂറേഷൻ ഫണ്ട്സ്, അതുപോലെ ലോങ് ഡ്യൂറേഷൻ ഫണ്ട്സ്, ഗിൽറ്റ് ഫണ്ട്സ്. ഇത്തരം ഫണ്ട്സ് കൂടുതലും മെച്യൂരിറ്റി അല്ലെങ്കിൽ ടെനർ കൂടുതലുള്ള ബോണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഇത്തരം ബോണ്ട്സിന് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലോസും സംഭവിക്കാം. 2020 തുടക്കത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറവായിരുന്നു. അതായത് എക്കണോമിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരം ഫണ്ട്സിന്റെ പോർട്ട്ഫോളിയോ ഉള്ള ബോണ്ട്സിനൊക്കെ എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, ബോണ്ടിന്റെ പ്രൈസ് കൂടും. ഇപ്പൊ നിങ്ങളൊരു ഗിൽറ്റ് ഫണ്ട്സിൽ മുന്നേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 2020 തുടക്കത്തിൽ നിങ്ങൾക്ക് ഡബിൾ ഡിജിറ്റ് റിട്ടേൺസ് കിട്ടുമായിരുന്നു. ഫോർ എക്സാമ്പിൾ ICICI ഗിൽറ്റ് ഫണ്ടിന്റെ പെർഫോമൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് ആസ് ഓൺ 31 October 2020 ഒരു വർഷത്തെ റിട്ടേൺ തന്നെ 13%. അതായത് ഒരു ഇക്വിറ്റി തരുന്ന റിട്ടേൺ, ഇക്വിറ്റി ആ അസറ്റ് ക്ലാസ്സിൽ കിട്ടുന്ന റിട്ടേൺ ആണ് നിങ്ങൾക്ക് ഈ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ കിട്ടുന്നത്. അപ്പൊ ഇത്തരം റിട്ടേൺസ് ബോണ്ട്സിൽ പോസിബിൾ ആവുക എപ്പോഴാണ്? ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോഴാണ്. അപ്പോഴാണ് ഇത്തരം റിട്ടേൺസ് നമുക്ക് കിട്ടുക. ഈ ഫണ്ട്സിനൊക്കെ ഒരു സൈക്ലിക്കൽ നേച്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാം. അതായത് ഒരു ഗിവൺ സിറ്റുവേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഇതിന്റെ പെർഫോമൻസ് താഴോട്ട് പോകും. അപ്പൊ ഇത്തരം ഫണ്ട്സിന്റെ പാസ്റ്റ് റിട്ടേൺസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഫോർ എക്സാമ്പിൾ 2020 ഗിൽറ്റ് ഫണ്ട്സിന്റെ റിട്ടേൺസ് ഒക്കെ നോക്കി കണ്ണുമഞ്ഞളിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ലോ റിട്ടേൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ എപ്പോഴും മനസ്സിലാക്കുക, മാർക്കറ്റ് മനസ്സിലാക്കി വേണം നമ്മളൊരു ഡെറ്റ് ഫണ്ട്സ് സെലക്ട് ചെയ്യാൻ. എസ്പെഷ്യലി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെ പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം. സോ ലെറ്റ് മീ കൺക്ലൂഡ്. ഡെറ്റ് ഫണ്ട്സ് ഡെഫിനറ്റ്ലി FDയെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നോക്കി കണ്ടും ഡെറ്റ് ഫണ്ട്സ് സെലക്ട് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു 1 year up to 1 year ടൈം ഹൊറൈസണിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫണ്ട്സ് ഏതൊക്കെയായിരുന്നു? ഓവർനൈറ്റ് ഫണ്ട്, ലിക്വിഡ് ഫണ്ട്, അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്, മണി മാർക്കറ്റ് ഫണ്ട്, അതുപോലെ തന്നെ ലോ ഡ്യൂറേഷൻ ഫണ്ട്. ഒരു 1 to 3 years കാലയളവിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ട്സ് ആണ് ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്, ഫ്ലോട്ടിംഗ് റേറ്റ് ഫണ്ട്, ബാങ്കിങ് ആൻഡ് PSU ഫണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്. ഇനി ഓപ്പർച്യൂണിറ്റി ബേസ്ഡ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് മനസ്സിലാക്കി മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ട്സ് ആണ് മീഡിയം ലോങ് ഡ്യൂറേഷൻ ഫണ്ട്, ലോങ് ഡ്യൂറേഷൻ ഫണ്ട്, ഗിൽറ്റ് ഫണ്ട്. അപ്പൊ തീർച്ചയായിട്ടും FD എന്നെപ്പോഴും ചിന്തിക്കാണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നെപ്പോഴും ചിന്തിക്കാണ്ട് നമുക്ക് മാറി ചിന്തിച്ച് തുടങ്ങാം. പല ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. എപ്പോഴും ഓർക്കേണ്ടത് റിസ്ക് പേടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കരുത്. റിസ്ക് എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഈവൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു റിസ്ക് ഉണ്ട്. എന്താണ് അവിടുത്തെ റിസ്ക്? ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻഫ്ലേഷൻ ഒരിക്കലും ബീറ്റ് ചെയ്യില്ല, അല്ലെ? നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത്. അത് റിസ്ക് ആണ് അവിടുത്തെ റിസ്ക്. ഇപ്പൊ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലും ഓരോരോ റിസ്ക് ഉണ്ട്. അപ്പൊ റിസ്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. റിസ്ക് കാരണം ഇൻവെസ്റ്റ് ചെയ്യരുതെന്നല്ല, റിസ്ക് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യണം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓൾറൈറ്റ്, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഡെറ്റ് ഫണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മളതൊക്കെ വായിച്ചു നോക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.